ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വരുന്ന 2024 നടക്കാനിരിക്കുന്ന LDC പരീക്ഷയ്ക്ക് നമുക്ക് എത്രത്തോളം കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. അതായത് നമ്മൾ ഏകദേശം ടാർഗറ്റ് ചെയ്ത് എത്ര മാർക്കിനാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമിൻ്റെ നടക്കാത്തൊരു എക്സാമിൻ്റെ കട്ട് ഓഫ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ കാര്യം പറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ചെയ്ത് നോക്കൂ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചവരുടെ എണ്ണവും അതുപോലെ ആ ഒരു വർഷത്തെ കട്ട് ഓഫ്, അതുപോലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം, ജോലി ലഭിച്ചവരുടെ എണ്ണം, ഇത്തവണ എത്ര ആപ്ലിക്കേഷൻ ഓരോ ജില്ലയിലും പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നോക്കി ഒന്ന് അനലൈസ് ചെയ്ത് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ലെവൽ ഒരു എക്സാം നടക്കുകയാണെങ്കിൽ ഏകദേശം കട്ട് ഓഫ് നമുക്ക് എത്ര പ്രതീക്ഷിക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് സെഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ആദ്യത്തെ ജില്ല തിരുവനന്തപുരത്ത് 1,74,344 പേരാണ് ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് 1,98,186 ആയിരുന്നു. അവിടെ ഏകദേശം ഒരു 25,000-ഓളം ആപ്ലിക്കേഷൻസ് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് വന്നിട്ടുള്ളത് 52.67 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ആ കട്ട് ഓഫിൽ നിന്നും 1,441 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഓക്കെ, ആ 1,441 പേരിൽ 585 പേർക്കാണ് ജോലി ലഭിച്ചത്. ഏകദേശം ഒരു 1/3 എന്ന് പറയാവുന്നവർക്ക് മാത്രമാണ്, ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോരാ അല്ലേ, ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏകദേശം 1/3 പേർക്ക് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ജോലി ലഭിച്ചിട്ടുള്ളത്. അത് 52.67 എന്ന കട്ട് ഓഫ് ഉണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം. പക്ഷേ അവിടെ ജോലി കിട്ടുമോ? ഇല്ല അല്ലേ, അതിന് മുകളിലായിട്ട് കട്ട് ഓഫ് വേണം. അപ്പോൾ ഇത്തവണ എന്താണ്, ഒരു 25,000-ഓളം ആപ്ലിക്കേഷൻസ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാം, ഇത്തവണ 2024 മൊത്തം ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് 12,95,446 പേരാണ്. കഴിഞ്ഞ തവണ അത് 17,58,338 പേരായിരുന്നു. ഏകദേശം ഒരു 5 ലക്ഷത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ. പക്ഷേ ഇത്തവണ നമുക്ക് അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് കട്ട് ഓഫ് കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2022-24 വരെ നടന്ന ഒരു വേക്കൻസി ലിസ്റ്റ് അല്ലേ, ഒരു വേക്കൻസി ഇനി നമുക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത്ര നിയമനങ്ങൾ നടക്കാനുള്ള ചാൻസസ് ഈ ഒരു സാഹചര്യത്തിൽ ഇല്ല എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കഴിഞ്ഞ പോലത്തെ ഒരു കട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് കുറയും, കട്ട് ഓഫ് കുറയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു 52.67 കഴിഞ്ഞ തവണ വന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത്തവണ ഒരു 8 മാർക്ക്, മാക്സിമം 8 മാർക്ക്, ഒരു 60 മാർക്കെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞ തവണത്തെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലുള്ള ഒരു കാൽക്കുലേഷനാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ PSC അല്പം ക്വാളിറ്റിയുള്ള, കുറച്ച് കൂടുതൽ ക്വാളിറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു, അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് കുറയും. കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇടുന്നതെങ്കിലോ കട്ട് ഓഫ് കൂടും. അങ്ങനെയുള്ള ചേഞ്ചസ് എല്ലാം വരാം. നമ്മളൊരു അനാലിസിസ് മാത്രമാണ് ഇവിടെ നടത്തുന്നത്. ഒരു കട്ട് ഓഫ്, ഒരു നടക്കാത്ത എക്സാമിൻ്റെ കട്ട് ഓഫ് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇത് ആദ്യമായിട്ട് ഒരാൾ കേരള PSC അല്ലെങ്കിൽ LDC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു കട്ട് ഓഫ് എങ്ങനെ അറിഞ്ഞുകൊണ്ട് പഠിക്കാനുള്ള ഒരു ത്വര, അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ, മലപ്പുറം ജില്ലയിൽ 1,41,559 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് 1,66,265 പേരായിരുന്നു. ഏകദേശം അവിടെ ഒരു 25,000-ഓളം പേരുടെ ആപ്ലിക്കേഷൻസ് കുറവുണ്ടല്ലേ. 53 കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നത്. 997 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അതിൽ 509 പേർക്ക് ജോലി കിട്ടി. ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ പേർക്ക് ജോലി കിട്ടി എന്ന് പറയാം അല്ലേ. മലപ്പുറം എന്ന് പറയുമ്പോൾ വേക്കൻസി അല്ലെങ്കിൽ നിയമനം കുറച്ച് കൂടുതൽ നടക്കുന്ന ജില്ല തന്നെയാണ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ, കോഴിക്കോട് കൂടി നോക്കാം. 1,32,066 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് 1,62,629 പേരായിരുന്നു. അവിടെ നമുക്കൊരു 30,000 ആപ്ലിക്കേഷൻസ് കുറഞ്ഞിട്ടുണ്ട്. 54.33 ആയിരുന്നു കട്ട് ഓഫ്. ഓക്കെ, ഒരു ഹൈ ലെവലുള്ള കട്ട് ഓഫ് തന്നെയാണ് അല്ലേ. കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള കോഴിക്കോട് ജില്ലയിലായിരുന്നു. 987 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതിൽ 340 പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത്. എറണാകുളം നോക്കൂ, 1,12,857
ആപ്ലിക്കേഷൻസാണ് ഇത്തവണ വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ അത് 1,76,703 പേരായിരുന്നു. ഏകദേശം ഒരു 60,000-ഓളം 60,000-ഓളം ആപ്ലിക്കേഷൻസാണ് ഇത്തവണ കുറഞ്ഞിട്ടുള്ളത്. 53 കട്ട് ഓഫ് 1,186 പേരുടെ ലിസ്റ്റിൽ നിന്നും 543 പേർക്കാണ് എറണാകുളത്ത് കഴിഞ്ഞ തവണ ജോലി കിട്ടിയത്. പാലക്കാടും കൊല്ലം കൂടി നോക്കൂ. പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ. ഓക്കെ, ഈ ഒരു 3 ജില്ലകൾ കൂടി നോക്കാം. എന്നിട്ട് നമുക്കൊരു കട്ട് ഓഫിൻ്റെ പ്രഡിക്ഷൻ നടത്താം. പാലക്കാട് ജില്ലയിൽ 1,12,467 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. കൊല്ലത്ത് 1,07,141 പേരും തൃശ്ശൂർ 98,510 പേരുമാണ് അപേക്ഷിച്ചിട്ടുള്ളത്. പാലക്കാട് കഴിഞ്ഞ തവണ 1,51,000, കൊല്ലത്ത് 1,34,000, തൃശ്ശൂർ 1,59,000 അല്ലേ. അവിടെ ഏകദേശം വീണ്ടും ഒരു 40 അല്ലെങ്കിൽ 40-30 ആയിരം ആപ്ലിക്കേഷൻസ് കുറഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലകളിലും. ഓക്കെ, പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണ 54 കട്ട് ഓഫ് വന്നത്. കൊല്ലം ജില്ലയിൽ 54.67, തൃശ്ശൂർ ജില്ലയിൽ 55.33 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും ജോലി ലഭിച്ചവരുടെയും കണക്കും ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ എന്താണ്, ഈ തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ, അതുപോലെ കോട്ടയവും പത്തനംതിട്ടയും, ഈ ജില്ലകളിലെല്ലാം അല്പം കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ള ഒരു ജില്ലയാണ് അല്ലേ. അതുപോലെ ഇത്തവണ നമുക്ക് ആലപ്പുഴ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 48.67 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 1,01,114 പേരായിരുന്നു കഴിഞ്ഞ തവണ അപേക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ ഇപ്രാവശ്യം 84,514, ഏകദേശം ഒരു നല്ല എമൗണ്ട് തന്നെ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആലപ്പുഴ ജില്ല കൂടിയും ഇത്തവണ കട്ട് ഓഫിൽ ചെറിയൊരു കൂടുതലായിട്ടുള്ള ചേഞ്ചസ് വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ജില്ലകളിൽ നമുക്കൊരു 6 മുതൽ 10 മാർക്ക് വരെ കട്ട് ഓഫ് ഉയരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതേ ലെവലിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ ഒരു 6 മുതൽ 8 അല്ലെങ്കിൽ 6 മുതൽ 9 കട്ട് ഓഫ് വരെ മാർക്ക് വരെ കട്ട് ഓഫിൽ കൂടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി നോക്കൂ, ആലപ്പുഴ ജില്ലയിൽ നമ്മൾ പറഞ്ഞതാണ്. ദെൻ പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ ഏകദേശം കട്ട് ഓഫ് കൂടി നിൽക്കുന്ന ജില്ലകളാണ് അല്ലേ. 53 മുകളിൽ, പത്തനംതിട്ട 53, കോട്ടയം 54.67, ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു 4 to 6 മാർക്ക് വരെ അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആലപ്പുഴയും ഇതുപോലെ തന്നെ 4 to 6. കഴിഞ്ഞ തവണ 48 വന്നതെങ്കിലും ഇത്തവണ കുറച്ച് കൂടുതലായിട്ട് ഒരു 54-55 വരാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു എക്സാം നടക്കുകയാണെങ്കിൽ മാത്രമാണിത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നോക്കൂ, കാസർഗോഡ്, ഇടുക്കി, വയനാട് അല്പം കട്ട് ഓഫ് കുറയുന്ന ജില്ലകളാണ് അല്ലേ. കാസർഗോഡ് വെറും 48,114 പേരാണ് ഇത്തവണ അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 63,000-ഓളം പേരാണ് അപേക്ഷിച്ചത്. ഇടുക്കിയിൽ 45,106 പേരും വയനാട് ജില്ലയിൽ 40,267 പേരും. ഏറ്റവും കുറവ് അപേക്ഷ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വയനാട് ജില്ലയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 51,475 പേര് അപേക്ഷിച്ച വയനാട് ജില്ലയിൽ 40,000, ഒരു 10,000-11,000 ചേഞ്ചസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇടുക്കിയിലും ഏകദേശം ഒരു 15,000-20,000 ആപ്ലിക്കേഷൻ്റെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലും ഏകദേശം ഒരു 15,000 ആ ഒരു റേഞ്ചിലുള്ള 18,000 റേഞ്ചിലുള്ള ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ 49,526 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഏകദേശം ഇരട്ടിയോളം അല്ലേ, 83,412 പേരാണ് അപേക്ഷിച്ചിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ജില്ലകൾ, ഒരു 4 ജില്ലകളിൽ നമുക്ക് കട്ട് ഓഫ് ഒരല്പം കൂടി കുറച്ച് പ്രതീക്ഷിക്കാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 50 to അല്ലെങ്കിൽ 49 to 52 വന്നിരുന്ന ഈ ജില്ലകളിൽ ഒരു 3 മുതൽ 5 മാർക്ക് വരെയുള്ള ചേഞ്ചസ് വരാം. ഓക്കെ, കോമ്പറ്റീഷൻ കുറഞ്ഞ ഈ ജില്ലകളിലും ഒരു 3 മുതൽ 5 മാർക്ക് വരെയുള്ള കട്ട് ഓഫിലെ ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും പറയുകയാണ്, ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല, ഇതൊരു അനാലിസിസ് മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇത്തവണ വന്നിട്ടുള്ള സിറ്റുവേഷനിൽ വന്നിട്ടുള്ള വേരിയേഷൻ വെച്ചിട്ടുള്ള ഒരു നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു മാർക്കിൻ്റെ മീൻസ് ഒരു 60 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഒരു 60 മാർക്കിന് മുകളിലായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്.
എന്നാൽ നമ്മളുടെ ടാർഗറ്റ് വരുന്നത് എന്താണ്? ഈ കട്ട് ഓഫ് ആണോ? കട്ട് ഓഫ് കിട്ടിയാൽ ഒരിക്കലും ജോലി കിട്ടില്ല അല്ലേ? ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 52.67 മാർക്ക് കിട്ടിയ ഒരാൾ കട്ട് ഓഫിൽ ഉൾപ്പെട്ടു അല്ലേ? ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 1441 ഒരാളായിരിക്കും അദ്ദേഹം. പക്ഷേ അവിടെ അതുകൊണ്ട് ജോലി കിട്ടുമെന്നുണ്ടോ? ഇല്ല. ജോലി കിട്ടിയത് 585 പേർക്ക് മാത്രമാണ്. 1441 585 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2/1 അല്ലെങ്കിൽ 3/1 ഏകദേശം പേർക്ക് മാത്രമാണ് അവിടെ ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 52.67 നമ്മുടെ കട്ട് ഓഫ് ജസ്റ്റ് കിട്ടിയെന്ന് കരുതിയിട്ട് നമുക്കൊരിക്കലും ജോലി കിട്ടില്ല. അപ്പോൾ എന്താണ്, ഒരു മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന, മാക്സിമം ലഭിക്കാവുന്ന ഒരു മാർക്കായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അതെത്രയാണ്? നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 മാർക്കായിരിക്കണം. ഒരു പരീക്ഷയ്ക്ക് LDCക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് 100 മാർക്കിനാണ്. ഓക്കെ, 100 മാർക്കിനുള്ള പഠനം നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പൊസിഷൻ സേഫ് ആക്കാൻ പറ്റൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഒരു മലയോളം ആഗ്രഹിച്ചാൽ മാത്രമേ ഒരു കുന്നോളം കിട്ടൂ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കേണ്ടത് നമ്മളൊരു കട്ട് ഓഫ് പ്രതീക്ഷിച്ചിട്ടല്ല. ഓക്കെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇടും നമുക്ക് പറയാൻ പറ്റുമോ? എക്സാം നടക്കുന്ന ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ കഴിഞ്ഞ തവണ ഇത്ര ആപ്ലിക്കേഷൻ വന്നു, ഇത്തവണ ഇത്ര ആപ്ലിക്കേഷനേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കട്ട് ഓഫ് നമുക്കൊരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിനെ അപേക്ഷിച്ച് ഒരു 10 മാർക്ക് കൂടുതൽ പഠിച്ചു എന്നുകൊണ്ട് നമുക്കൊരിക്കലും ജോലി കിട്ടില്ല. നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? 100 മാർക്കിനാണ് LDC എക്സാം നടക്കുന്നത്. അതുകൊണ്ട് ആ 100 മാർക്കായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക? മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഇനിയും നമുക്ക് 2 മാസം 3 മാസം 4 മാസത്തോളം അവസരം കിട്ടുന്നുണ്ടല്ലേ. ഈ അവസരം നമ്മൾ മാക്സിമം മുതലെടുക്കുക, നന്നായി പഠിക്കുക. എന്താണ്? 100 മാർക്ക് അല്ലേ? ഫുൾ മാർക്കിനായിട്ട് വേണ്ടി തന്നെ പണിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.